ഫസ്റ്റ് ഓഫ് ഓൾ സാറ് ഈ കോളേജിൽ പറഞ്ഞ സെഷൻസൊക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് ഇറങ്ങിയിട്ട് രണ്ട് ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. ഫസ്റ്റത്തത്, സാർ ഇപ്പോൾ നോവലിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്, ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ കലാപരമായിട്ടുള്ള വ്യത്യസ്ത തരം ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ എല്ലാം കൂടി ഇങ്ങനെ മാനേജ് ചെയ്യാം. ലൈക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആസ് എ പേഴ്സൺ എന്ന നിലയ്ക്ക് എനിക്കും ചെറിയ രീതിയിൽ വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളാണ്, വായിക്കാൻ ഇഷ്ടമാണ്, എഴുതാൻ ചെറിയ രീതിയിൽ ഇഷ്ടമാണ്. ഒക്കെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് തന്നെ ഒരു ബുക്കോ 2 ബുക്കൊക്കെ എടുത്താൽ ഫ്രണ്ട്സിൽ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ടൈം ഉണ്ടെന്ന് ഇതൊക്കെ വായിച്ച് തീർക്കാൻ. സോ അപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടി ഞാൻ ചേർത്ത് പറയാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. ലൈക്ക് അതിന് ചിലപ്പോൾ 1 or 2 hours ഉറക്കൊഴിച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനായിട്ട് നമ്മൾ നന്നായിട്ട് മെനക്കെടും. അപ്പോൾ സാറ് ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ് എല്ലാ ഫീൽഡും മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നത്? അത് എൻ്റെ പ്രതികൾ എന്ന് പറയുന്നത് നമ്മളോരോ അവസരങ്ങൾക്കനുസരിച്ചാണ്. സത്യത്തിൽ ഞാൻ ഇന്ന് കഥ എഴുതാം, നാളെ നോവൽ എഴുതാൻ വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. ചില സമയത്ത് നമുക്കൊരു കഥ എഴുതാൻ തോന്നുമ്പോൾ ഒരു കഥ എഴുതുന്നു, ചിലത് നമ്മൾ കഥ എഴുതുന്നത് നോവലാക്കാൻ തോന്നുന്നത് നോവലേക്ക് വരുന്നു. പിന്നെ ചില സമയത്ത് നമുക്ക് ചിത്രം വരയ്ക്കാൻ തോന്നുമ്പോൾ അങ്ങനെ ചിത്രം വരക്കുന്നു. ഈ ജേർണലിസം പോകുന്നതിൻ്റെ ജോലിയാണ്, ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ജോലി എന്നുള്ളതൊക്കെ ഉള്ളത് ആ രീതിയിൽ ആ സമയബന്ധിതമായിട്ട് അങ്ങനെ ചെയ്യുന്നൊരു വർക്കാണ്. പക്ഷെ ബാക്കിയുള്ളത് എഴുത്തും വരയും എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ആവശ്യങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് ഒരു കഥ വേണം എന്നൊരാൾ ആവശ്യപ്പെടുമ്പോൾ അതിനൊരു കഥ എഴുതും. ചിലർക്ക് നോവലെ നമുക്ക് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആശയം ഒരു നോവലാക്കി മാറ്റും. ചില സമയത്ത് നമുക്ക് ചിത്രം കൂടുതൽ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇല്ലസ്ട്രേഷനാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഇല്ലസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് കഥ അയച്ചു തരും. അപ്പോൾ അവർക്കൊരു സമയമാണ്, ആ സമയത്തിനനുസരിച്ച് നമ്മളത് വരച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ആവശ്യങ്ങൾക്കനുസരിച്ച് വരയ്ക്കുന്നതും ആവശ്യത്തിനനുസരിച്ച് എഴുതുന്നുമുണ്ട്. അതല്ലാതെ നമ്മുടെ ചില സമയത്തുണ്ടാകുന്ന ചില തോന്നലുകളുടെ ഭാഗമായിട്ട് അത് എനിക്കുള്ളത് എൻ്റെ ജീവിതത്തിൽ അതൊരു സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണ്. ഞാൻ അതിനു വേണ്ടി പ്രത്യേകിച്ച് സമയം കണ്ടെത്തി അതൊക്കെ തന്നെയാണ് എൻ്റെ നമുക്ക് മറ്റേ ഹോബിയുണ്ട്, അങ്ങനെയാണ്. അല്ലാതെ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടമുള്ളതിന് സമയം ഒരുപാട് സമയമുണ്ട് സത്യത്തിൽ. കാരണം നമ്മൾ ആ സമയം ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അനാവശ്യമായിട്ട് ഒരുപാട് സമയം വെറുതെ കളയുന്നുണ്ട്. അത് നമുക്ക് ക്രിയാത്മകമായി ഉപയോഗിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. സമയമില്ല എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്ന ഒരു സമയത്ത്, കാരണം സമയമില്ല. അല്ലെങ്കിൽ നമുക്ക് ചില ആളുകൾ പറയും റൈറ്റിംഗ് ബ്ലോക്കാണെന്നുള്ളത്. സത്യത്തിൽ അങ്ങനെ സംഭവമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ സാഹചര്യം, ചില സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ചില മാനസികാവസ്ഥയിൽ നമ്മുടെ പല സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതമാകുമ്പോൾ പല സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകാം. അതിന് ഒരു വ്യക്തി എന്നുള്ളതിൽ നമ്മൾ ജീവിക്കുന്നു, ഒരു സാമൂഹിക ജീവിയായി ജീവിക്കുന്ന വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിയെ നമ്മുടെ കാര്യം മാത്രം, നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ മതി. നമ്മളൊരു സാമൂഹിക ജീവിയാണ്, നമ്മളൊരു കുടുംബ ജീവിയാണ്. നമ്മുടെ കുടുംബത്തിലിടപെടണം, സമൂഹത്തിലിടപെടണം, നമ്മൾ ജോലി ചെയ്യണം. അതിനിടയ്ക്ക് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, സമൂഹത്തിലെ കുടുംബത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇടപെടണം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണം. അതിനിടയ്ക്കാണ് നമ്മുടെ ഈ എഴുത്തും വായനയും ഇതൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇതിനൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി കൂടിയാണ് ശരിക്കും ഇത്തരം സംഘർഷങ്ങൾ, ഇത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതിൽ റിലാക്സ് ആകാൻ വേണ്ടി കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്. അത് നമ്മളൊരു വിനോദം എന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഹോബി എന്നുള്ളവർക്ക് നമ്മൾ എഴുതുകയും വരയ്ക്കുകയും വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. How do you define this Math Festival compared to the other festivals that has occurred? Like, sir, curator sir എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്? ഇന്ന് പല നിരക്കുള്ള ഇത്തരം ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്, കൾച്ചറൽ ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. അതിനുപരി കൂടുതലും അത് നടത്തുന്നത് ഏതെങ്കിലും പ്രസാധകരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട പ്രസാധകരെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താൻ സ്വാഭാവികമായിട്ടും അവരതിനെ ഹൈലൈറ്റ് ചെയ്യുക, അവർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും അവരുടെ എഴുതുക, അതിൻ്റെ ഒരു
വിൽപ്പന സാധ്യതയും ഒക്കെ കൂടി കണക്കിലെടുത്തിട്ടാണ് അവർ ആ മേള ഉത്സവം നടത്തുന്നത്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അതായത് വ്യത്യസ്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി അവർക്കൊരു പ്രസാധന സംരംഭമോ അല്ലെങ്കിൽ അവർക്ക് ഇത്തരം പുസ്തകങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലക്ഷ്യം വേറെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, കൾച്ചറൽ ഫെസ്റ്റിവൽ എന്നുള്ളവർക്ക് ഇത് രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ ഫെസ്റ്റിവൽ നടത്തിയത്. അത് മറ്റുള്ള ഫെസ്റ്റിവലുകൾ വ്യത്യസ്തമാകുന്നത് അങ്ങനെയാണ്. കാരണം ഇത് മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന പലതരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ ഒരു ഇടപെടലാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അതുകൊണ്ട് ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗാണ്, ജില്ലാ കമ്മിറ്റിയാണ് ഇത് നടത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ മലപ്പുറത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ആഘോഷിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് മലപ്പുറത്തിനെതിരെ പലതരത്തിലുള്ള നെഗറ്റീവ് പുറത്തുനിന്നും അകത്തുനിന്നും മലപ്പുറത്തിൻ്റെ ഉയർത്തിപ്പെടുത്താൻ പലതരം അപനിർമ്മിതികൾ നടക്കുന്നുണ്ട്. അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ ഒരു മലപ്പുറത്തിൻ്റെ ഒരു സാംസ്കാരിക വൈവിധ്യം, ഇവിടുത്തെ ഒരു സ്നേഹം, അതിന് ടൈറ്റിലൂടെ തന്നെ ലവ് ലെഗസി ലിറ്ററേച്ചർ എന്നാണ്. മലപ്പുറം അതിൻ്റെ സ്നേഹവും പൈതൃകവും സാഹിത്യവും ആഘോഷിക്കപ്പെടുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് മറ്റുള്ള ഫെസ്റ്റിവലിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയൊക്കെയാണ്. മലപ്പുറത്തിൻ്റെ അതോടൊപ്പം മലപ്പുറത്തുള്ള എഴുത്തുകാർക്ക് അവസരം കൊടുക്കുക, അവർക്ക് പറയാനുള്ള ഒരു സ്പേസ്. കാരണം മറ്റ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ അവസരം കിട്ടാത്ത എന്നാൽ നല്ല കഴിവും പ്രാപ്തിയും ഉള്ള ഇപ്പോഴും എഴുത്തിലും സർഗാത്മക പ്രവർത്തനവും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. അപ്പോൾ അവർക്ക് ഒരു അവസരം കൊടുക്കാമെന്നതുകൂടി, അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതുകൂടി എൻകറേജ് ചെയ്യുന്നു. അപ്പം അങ്ങനെ ഇന്നത് മാത്രമല്ല, നമ്മുടെ ലിറ്ററേച്ചർ മാത്രമല്ല കൾച്ചറിൽ കൂടിയാണ്. ഈ മലപ്പുറത്തിൻ്റെ കലയും സംസ്കാരവും അങ്ങനെ എല്ലാതരം ആവിഷ്കാരങ്ങൾക്കും അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. പലതരം നമ്മുടെ പൈതൃകം എന്ന രീതിയിൽ പറയുന്ന